ശബരിമലയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈക്കോടതി നിർദ്ദേശം വന്നിരിക്കുകയാണ്. അതായത് ശബരിമല സ്വർണ്ണപ്പാളിയിൽ നിന്ന് 475 ഗ്രാമോളം സ്വർണം നഷ്ടമായി എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. വിജിലൻസ് കണ്ടെത്തലുകളിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി ഇതുകൊണ്ട് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വാസ കേന്ദ്രത്തിൽ, ഏറ്റവും വലിയ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ സർക്കാർ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കേണ്ടുന്ന ഒരിടത്ത് ഇത്രയും വലിയൊരു മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാണെന്നുള്ള വിരൽ ചൂണ്ടലാണ് ഇന്ന് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയെ അതുകൊണ്ട് തന്നെ ഈ കേസിൽ കക്ഷി ചേർത്തിരിക്കുന്നു കോടതി. ദേവസ്വം വിജിലൻസ് സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് പരിഗണിച്ച ശേഷമാണ് കോടതി വ്യക്തമായി ഈ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഹൈക്കോടതി പറഞ്ഞത് പ്രകാരം ശബരിമലയിൽ വെച്ച് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊക്കെ തിരിച്ചു പിടിക്കാനും അതിൻ്റെയൊക്കെ പിന്നിലുള്ള കൈകൾ കണ്ടെത്താനുമുള്ള വളരെ ഗൗരവകരമായ അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി ബാക്കി നടക്കാൻ പോകുന്നതും. ദേവസ്വം കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് സ്വർണം പൂശാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരു മധ്യസ്ഥന് അല്ലെങ്കിൽ ഒരു സ്പോൺസർക്ക് കൈമാറിയത്. അത് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ആ മഹസറിൽ രേഖപ്പെടുത്തിയത് ചെമ്പുപാളി എന്നതാണ്, സ്വർണം എന്നതല്ല രേഖപ്പെടുത്തിയത്. ഈ ചെമ്പുപാളിയിൽ സ്വർണം പൂശാനാണ് പിന്നീട് കൊണ്ടുപോയിരിക്കുന്നത്. ശില്പങ്ങൾ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചപ്പോൾ സ്വർണത്തിൻ്റെ പാളി അവിടെ ഉണ്ടായിരുന്നു. ഇത് മാറ്റാൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു ചെയ്തത്. അങ്ങനെയാണ് 475 ഗ്രാം സ്വർണത്തിൻ്റെ ക്രമക്കേട് നടന്നിരിക്കുന്നത് എന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ഈ സ്വർണം പോറ്റിക്ക് കൈമാറി. എന്നാൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് ബോർഡിന് ഇതുവരെ കൈമാറിയിട്ടില്ല. അതിനർത്ഥം ബോർഡ് അറിയാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി എന്നതല്ല. ബോർഡിൽപ്പെട്ടയാളും ഒരുപക്ഷെ മന്ത്രിസഭയിൽപ്പെട്ടയാളും ഇതിന് പിന്നിലുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിലും അതുപോലെ ദ്വാരപാലക ശില്പത്തിലുമുള്ള സ്വർണം അടിച്ചു കൊണ്ടുപോകാനുള്ള ശക്തിയൊന്നും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കില്ല. അതിന് പുറകിൽ മറ്റു ചില ആളുകളും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പിക്കലാണ് കോടതി ചെയ്തിരിക്കുന്നത്. ആരോപണങ്ങളിലും കണ്ടെത്തലുകളിലും നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നും 2 ആഴ്ചയ്ക്കൊരിക്കൽ അന്വേഷണ പുരോഗതി കോടതിയെ അറിയിക്കണമെന്നും പറഞ്ഞിരിക്കുകയാണ്. അതുപ്രകാരം 6 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ 6 ആഴ്ചയ്ക്കുള്ളിൽ ഈ അന്വേഷണ റിപ്പോർട്ട് കോടതിയുടെ മേശപ്പുറത്തെത്തുമ്പോൾ ആരൊക്കെ ഇതിൽ കാണും, ആരൊക്കെ ഇവിടെ നിന്ന് രാജിവെക്കേണ്ടി വരും എന്നുള്ളത് വളരെ വ്യക്തമായി അറിയാം. ഏതായാലും സാധാരണ കേസ് പോലെയല്ല. സ്വർണ്ണക്കള്ളക്കടത്ത് ആദ്യം നടന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലായതുകൊണ്ട് അതിന് അന്വേഷണം മറ്റൊരു ദിശയിലേക്ക് പോയി. കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചിട്ട് പോലും അത് കണ്ടെത്താനായില്ല. ബിരിയാണി ചെമ്പിൻ്റെയും ഖുറാൻ്റെയും ഒക്കെ പേര് പറഞ്ഞതല്ലാതെ ആ സ്വർണ്ണക്കടത്ത് വെറും ഒരു ആവിയായി പോകുന്ന രംഗമാണ് പിന്നീട് കണ്ടത്. എന്നാൽ ഇത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിർദ്ദേശവും നേരിട്ടുള്ള മേൽനോട്ടത്തിലും നടക്കുന്നത് കൊണ്ട് തന്നെ ആദ്യം മുതൽ തന്നെ ഇതിൽ പ്രതികളായവർ, പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ, ഇതിൽ കൈയിട്ടവർ എല്ലാവരും കുടുങ്ങുമെന്ന് ഉറപ്പിക്കുകയാണ്. അതിന് ഏറ്റവും ആക്കം കൂട്ടുന്നതാണ് ഇന്ന് ഹൈക്കോടതി പുറത്തുവിട്ട ചില ഉത്തരവുകൾ.